ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് കേട്ടോ, എനിക്കൊരു കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, ദൈവം സഹായിച്ച് അങ്ങനെയൊക്കെ സുഖമായിട്ട് പോകുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? മഴയൊക്കെ ഉണ്ടോ? മഴയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് രാത്രി ആകുമ്പോഴത്തേക്ക് എന്താണോ മഴ കേട്ടോ. നിങ്ങൾക്ക് അവിടെ മഴയുണ്ടെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് ഇന്നത്തെ കൂടുതൽ സംസാരിക്കാണ്ട് വീഡിയോയിലേക്ക് പോടി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാണ്ട് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എൻ്റെ മുഖത്തൊന്നും പ്രത്യേകത ഉണ്ടോ? കാരണം ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഐബ്രോ ചെയ്തിട്ടുണ്ട്, കാജൽ ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. മേക്കപ്പ് ഇല്ലാണ്ട് ഞാൻ എങ്ങനെ സുന്ദരിയാണോ നിങ്ങൾ പറയണേ? പറയണം കേട്ടോ. സുന്ദരിയാണോ അല്ലയെന്ന് മേക്കപ്പിൻ്റെ ആവശ്യമില്ല അല്ലേ? സുന്ദരിക്ക് എന്തിനാണ് പൊട്ട്? അങ്ങനെയുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞാനൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ സാധനം. കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നുണ്ടോ? തമ്പനയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞാൻ കാണിച്ചു തരാണ് കേട്ടോ. ഇത് നമ്മുടെ ഇൻസ്റ്റയിലും അതെ, യൂട്യൂബിലും അതെ, ഭയങ്കര ഫേമസ് ആയിട്ട് ഇപ്പൊ കുറച്ചായിട്ട് ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു ഡോ ആണ് കേട്ടോ. അതായത് നമ്മുടെ വീറ്റ് ഫ്ലോറിന്റെ ഡോ, അതായത് നമ്മുടെ ഗോതമ്പ് മാവില്ലേ, ഗോതമ്പ് മാവിന്റെ ഡോ ആണ്. നമ്മളെ ഫേസിൽ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ എക്സസ് ഹെയർസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഗ്ലോ ആവാനായിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യുമെന്നാണ് അവർ ആ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു നമുക്ക് ഒന്നിച്ച് നോക്കാം ഇത് എങ്ങനെയുണ്ട് എന്നൊക്കെ. എനിക്ക് ഹെയർസ് ഒക്കെ കുറവാണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ അത്യാവശ്യം കുറച്ച് രീതിയിൽ പൊതുവെ ഉള്ളവർക്കുള്ളതുപോലെ എനിക്കുണ്ട്. അപ്പൊ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫേഷ്യൽ ഹെയർസ് ഒക്കെ പോകും, സ്കിന്നൊക്കെ നല്ല ഗ്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മേക്കപ്പ് ഒന്നും ചെയ്യാണ്ട് ഫെയർ സ്കിന്നായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ ഇങ്ങനെ ഇത്ര ധൈര്യത്തോട് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അതിനു മുന്നേ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ട് വാ. അത് കണ്ടിട്ട് വന്നതിന് ശേഷം, ഉണ്ടാക്കിയിട്ട് വന്നതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ ഇത് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന്. പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് വായോ. നമ്മുടെ ഡോ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടി, പിന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ നെയ്യ്, പാല് അത് നെയ്യാണ് കേട്ടോ. പാല് കുറച്ച് അതിലോട്ട് വീണെടുക്കുന്നത്, മുട്ടയുടെ മഞ്ഞ പോലെ അടപ്പുണ്ടല്ലേ. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഏകദേശം ഗോതമ്പ് മാവ് ഞാൻ ഫുള്ളും എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു കളർ കിട്ടും. പിന്നെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ചൊന്ന് സോഫ്റ്റ്, നമ്മുടെ ചപ്പാത്തി മാവ് പരുവത്തിൽ ഏകദേശം ആ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് നമ്മളെ ഫേസിലാക്കാൻ വേണ്ടി ഒന്ന് റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഡോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ബീഫ് ഫ്ലോർ, ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ട്, നെയ്യുണ്ട്, നമ്മുടെ ഗീ ഉണ്ട്, മിൽക്ക് ഉണ്ട്. പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഗോതമ്പ് പൊടി, അതായത് അത് നമുക്ക് നമ്മുടെ സെല്ലിൻ്റെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുവഴി നമ്മുടെ സ്കിന്നൊക്കെ റേഡിയൻറ്റ് സ്കിന്നിന് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബീഫ് ഫ്ലോർ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ഗോതമ്പ് പൊടി എന്ന് പറയുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെയാണ് ബീട്രൂട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹെൽത്തി ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗീയുടെ കാര്യമൊക്കെ അറിയാതെ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് മോയ്സ്റ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഗീ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ നമ്മൾ അതായത് നമ്മുടെ മിൽക്ക്, പാലറിയാലോ, നമ്മൾ നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് കൂടിയിട്ടാണ്. അപ്പോൾ സ്കിന്നിൽ മൊത്തത്തിൽ ഇതെല്ലാം കൂടി ചേരുമ്പോഴത്തേക്ക് സ്കിൻ നല്ലൊരു പ്ലംബി ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾ ഈ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അല്ലേ വെയിറ്റിംഗ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് വരാം കേട്ടോ. ഞാൻ അങ്ങോട്ട് വന്നിട്ട് നോക്കാം കേട്ടോ. ഞാൻ ഡോയെ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടേ. ഇങ്ങനെ അത് നമുക്ക് ഒന്നാക്കാൻ വേണ്ടിയിട്ട് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ആക്കി കൊടുക്കാവേ. എനിക്ക് തോന്നുന്നില്ല ഫേഷ്യൽ ഹെയർസ് ഒന്നും എനിക്ക് എനിക്കിതറിയത്തില്ല. ഹെയർസ് ഒന്നും പോകുന്നില്ല കേട്ടോ. ഒരു ഗ്ലോ, അതിൻ്റെതായിട്ടുള്ളൊരു ഗ്ലോ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? നമുക്ക് തോന്നില്ലേ? ഒരു 10-15 മിനിറ്റ്, അതായത് 10 to 15 മിനിറ്റ്സ് ഇതിങ്ങനെ ചെയ്യണമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ഒരു 10 to 15 മിനിറ്റ്സ് ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് സ്ലോയിൽ ചെയ്യണം കേട്ടോ. ഞാനിവിടെ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നുണ്ട് കേട്ടോ, ഇത്ര സ്പീഡിൽ കാണിക്കുന്നേ. അല്ലാതെ ചെയ്യുമ്പോഴത്തേക്കും സ്ലോയിൽ വേണം കേട്ടോ എന്ത് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യാനായിട്ട്.
ഒരു 10-15 മിനിറ്റായി ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതുവരയ്ക്കും ഹെയർസ് ഒന്നും, എൻ്റെ ഫേഷ്യൽ ഹെയർസ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. കുറേ വീഡിയോസിലൊക്കെ അവർ ഹെയർസൊക്കെ പോകുന്നു എന്നൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹെയർസ് ഒന്നും വന്നിട്ടില്ല. അപ്പം നമുക്കൊന്ന് കയ്യിൽ ചെയ്ത് നോക്കാം. ആ കയ്യിൽ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ ഫേസിലില്ലെങ്കിലും കയ്യിൽ ഹെയർസ് എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. കയ്യിലും അത്യാവശ്യം ചെറിയ രീതിയിൽ ഹെയർസ് ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം കയ്യിൽ ചെറിയ ചെറിയ ഹെയർസ് ഉണ്ട്. ഇനിയിപ്പോൾ അത് കുഞ്ഞ് ഹെയർസ് ആയതുകൊണ്ടാണോ പോകാത്തതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഹെയർസ് ഒന്നും എനിക്ക് പോയിട്ടില്ല. പക്ഷേ സ്കിന്നൊക്കെ അത്യാവശ്യം ഒരു ചെറിയൊരു ഗ്ലോയും അതൊക്കെ ഇരുന്നിട്ടെന്ന് തോന്നുന്നു. നീണ്ട ഒരു പ്രയത്നത്തിന് ശേഷം ഞാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഹെയർസ് ഒന്നും എനിക്ക് പോയിട്ടൊന്നുമില്ല. ഹെയർസ് ഒന്നും പ്രത്യേകിച്ച് ഒന്നും പോയിട്ടില്ല. പിന്നെ അത്യാവശ്യം ചെറിയൊരു ഗ്ലോ, അതായത് നമ്മുടെ ഗീയുടെ ഗ്ലോ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഫേസിൽ, അതായത് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസിൻ്റെയും ഗീയുടെയും ഗ്ലോ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ചെയ്ത് എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുഴപ്പമില്ലായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. അല്ലാണ്ട് റിസൾട്ടായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. ഇപ്പോൾ ചെയ്തിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പിന്നീട് ഇനി എന്തെങ്കിലും ചെയ്തു വരുമ്പോൾ റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നാളെ കാണുന്നത് വരയ്ക്കും ബൈ.